ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ ഒരു ബൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓഫ്ലൈനായിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് സെയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. സാരി, കുർത്തി, ചുരിദാർ അതൊക്കെയാണ് കേട്ടോ എൻ്റെ ബൂട്ടിക്കിലുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഓർഡറാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിന്നല്ലാതെ ഓൺലൈൻ വഴി എനിക്ക് കിട്ടിയ ആദ്യത്തെ ഓർഡറാണ്. ഞാൻ അതിൻ്റെ പോസ്റ്റ് ഇന്ന് ചെയ്യാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള ഒരു ഷോർട്ട് ടോപ്പ്, നമ്മുടെ ജീൻസിനും സ്കേർട്ടിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഷോർട്ട് ടോപ്പും, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഷോർട്ടിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഒരു അടിപൊളി കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ആയിരുന്നു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഓർഡർ പോകാൻ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ഈ ഓർഡർ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് എനിക്കിങ്ങനെ ഒരു ഓർഡർ തന്നതിന്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ദൈവം പോലും നിൽക്കുന്നുള്ളതാണ് കേട്ടോ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ എല്ലാവരും കാണണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ക്വാളിറ്റിയിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് കേട്ടോ ഞാൻ സാരിയും കുർത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ട് എൻ്റെ യാത്രയ്ക്ക് ഉണ്ടാവണമെന്ന് ഞാൻ എല്ലാവരോടും എന്താ പറയുക അഭ്യർത്ഥിക്കാന്ന് കേട്ടോ. അപ്പോൾ ഇന്നിതാ ഞാൻ പാർസലൊക്കെ റെഡിയാക്കാൻ പോവാണ്. ഇവിടെ ഇപ്പം നല്ല മഴയാണ്, അതുകൊണ്ടാണ് എന്താ പറയുക ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാനിതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റായി. ഇനിയിപ്പം നമുക്ക് ഇതെടുത്തിട്ട് പോസ്റ്റ് ഓഫീസിൽ പോകണം. സ്പീഡ് പോസ്റ്റിലാണ് അയക്കാൻ പോകുന്നത്. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ ഇത് എത്തുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതാ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. എൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ഇതാണ്, കാരണം എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നത്. ഇതുപോലെ ഒരുപാട് കൊറിയർ ഇനിയും അയക്കാൻ എനിക്ക് പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയായിട്ടായിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നത്.